വയനാട്ടെ ജനങ്ങളുടെ അടക്കം ദൈന്യത വിറ്റ് സംഘടിത തസ്കര സംഘമായി കേരളത്തിൽ അനാവരണം ചെയ്യപ്പെട്ടിട്ടുള്ള കോൺഗ്രസ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പിടിച്ചു നിൽക്കാൻ ഒരു ഊന്നുവടി എന്നതുപോലെ അമ്പലം വിഴുങ്ങി എന്ന പ്രയോഗം ബാനറാക്കി നിയമസഭയിൽ ഉയർത്തിയിരിക്കുകയാണ്. 2016 പുറകിലുള്ള കുമാര സഹോദരന്മാരുടെ അമ്പലം വിഴുങ്ങി കാലയളവിൽ 1.08 കോടി രൂപയുടെ ശബരിമലയിലെ പാത്രം വാങ്ങൽ അഴിമതിയുടെ പ്രത്യേകത എന്താ? ഈ കാര്യത്തിൽ CPIM ഒരാളുടെയും സംരക്ഷണം ഏറ്റെടുക്കാനില്ല, ഒരാളെയും സംരക്ഷിക്കാനുമില്ല. ആ സമീപനം UDF-നില്ല. ജെക്സി തോമസ്, ഇപ്പോ അവിടെ ഒരു മോഷണം നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ കളവ് നടന്നിട്ടുണ്ട് എന്ന കാര്യവുമായി ബന്ധപ്പെട്ട് വിവിധ വെളിപ്പെടുത്തലുകൾ പുറത്തു വന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ രാഹുൽ ഈശ്വർ അടക്കമുള്ളവർ ഉന്നയിച്ച ആരോപണം എന്ന് പറയുന്നത് അവിടെ ദേവസ്വം ബോർഡ് കട്ടു എന്നു തന്നെയാണ്. ആ നിലയ്ക്കുള്ള വിമർശനങ്ങൾ പലയിടങ്ങളിൽ നിന്നുണ്ടാകുന്നു. അയ്യപ്പന്റെ സ്വർണം കട്ടെടുത്തുകൊണ്ട് പോയ അമ്പലക്കള്ളന്മാർ എന്നുള്ള, അയ്യപ്പന്റെ സ്വർണം കട്ടവർ അമ്പലം വിഴുങ്ങികൾ എന്നുള്ള ബാനർ ഉയർത്തിക്കൊണ്ടാണ് ഇന്ന് നിയമസഭയിൽ പ്രതിപക്ഷം പ്രതിഷേധിച്ചത്. പക്ഷേ ഇന്ന് ദേവസ്വം മന്ത്രി പറയുന്നു ഇതിന് സർക്കാരിനോ ദേവസ്വം വകുപ്പിനോ യാതൊരു പങ്കും ഇല്ല എന്നുള്ളത്. അവിടെ ഇങ്ങനെ ഒരു വീഴ്ച നടന്നിട്ടുണ്ട് എന്ന് സമ്മതിക്കുകയാണെങ്കിൽ ആ വീഴ്ച ഉണ്ടാവാതെ സൂക്ഷിക്കേണ്ടത് ദേവസ്വമാണ് എന്നുള്ള ഒരു മിനിമം കാര്യമുണ്ടല്ലോ, അതെങ്ങനെയാണ് നിരാകരിക്കുക? ആദ്യമായി തന്നെ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി, പ്രത്യേകിച്ച് സമീപ ദിവസങ്ങളിൽ അത്രയും നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നു. ഞാൻ പറയുന്നത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് എനിക്ക് കേൾക്കുന്നു. അത് പരിഹരിക്കാം. ജയ്ക്ക് പറയൂ. തീർച്ചയായിട്ടും കഴിഞ്ഞ കുറച്ചധിക ദിവസങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം എന്താണ്? ഇക്കാര്യത്തിൽ ഒഴിവാക്കപ്പെടേണ്ട ചില കാര്യങ്ങൾ ഉണ്ടായി എന്നുള്ളത് ഇതിനോടകം ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റും അതോടൊപ്പം ദേവസ്വം വകുപ്പിന്റെ ചുമതലയുള്ള വകുപ്പ് മന്ത്രിയും കഴിഞ്ഞ ദിവസങ്ങളായി, പ്രത്യേകിച്ച് ഇന്ന് നിയമസഭാ സമ്മേളനാനന്തരവും നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകരോട് നടത്തിയിട്ടുള്ള ചോദ്യ മറുപടികളൊക്കെ നമുക്ക് വ്യക്തമായിട്ടുള്ളതാണ്. പക്ഷേ ഈ സംഭവവികാസത്തിന്റെ ശക്തവും സമഗ്രവുമായ അന്വേഷണത്തിനായിട്ട് ദേവസ്വം ബോർഡ് വിജിലൻസും ഇന്നിപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ കൂടെ നിർദ്ദേശാനുസരണം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം DG-യുടെ നേതൃത്വത്തിൽ തന്നെയുള്ള SIT രൂപീകരിക്കപ്പെട്ടിരിക്കുന്നു. അവർ ഈ കാര്യത്തിൽ ശക്തമായ അന്വേഷണവുമായി മുമ്പോട്ടേക്ക് പോവുകയാണ്. പക്ഷേ ആ സംഭവവികാസത്തെ മുൻനിർത്തി മാത്രം, ഒരൊറ്റ സംഭവവികാസത്തെ മുൻനിർത്തി മാത്രം ഇതാകെ അമ്പലം വിഴുങ്ങുകളുടെ ഒരു ഏർപ്പാടായി ഈ ക്ഷേത്രങ്ങളിൽ അല്ലെങ്കിൽ ശബരിമലയിൽ എന്തോ തെറ്റ് വിപുലമായ ഒരു ശ്രമം ഇക്കാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന പ്രതിപക്ഷ നരേഷൻ, അത് അങ്ങേയറ്റം രാഷ്ട്രീയമായ ദുഷ്ടലാക്കോട് കൂടിയിട്ടാണ്. പിടിച്ചു നിൽക്കാൻ ഒരു ഊന്നുവടിയില്ലാതെ സമ്പൂർണ്ണമായി വയനാട്ടെ ജനങ്ങളുടെ അടക്കം ദൈന്യത വിറ്റ് സംഘടിത തസ്കര സംഘമായി കേരളത്തിൽ അനാവരണം ചെയ്യപ്പെട്ടിട്ടുള്ള കോൺഗ്രസ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പിടിച്ചു നിൽക്കാൻ ഒരു ഊന്നുവടി എന്നതുപോലെ അമ്പലം വിഴുങ്ങി എന്ന പ്രയോഗം ബാനറാക്കി നിയമസഭയിൽ ഉയർത്തിയിരിക്കുകയാണ്. വേണമെങ്കിൽ തിരിച്ചു പറയാം, അമ്പലം വിഴുങ്ങികൾ ആരായിരുന്നു? കുമാര സഹോദരന്മാർ ദേവസ്വം ബോർഡ് ഭരിച്ചിരുന്ന കാലമുണ്ടായിരുന്നല്ലോ. പാത്രം വാങ്ങിയതിൽ 1.5 കോടി രൂപയുടെ അഴിമതി, ശർക്കര വാങ്ങിയതിൽ അഴിമതി, ദേവസ്വം ബോർഡ് അംഗങ്ങളാകെ റിക്രൂട്ട്മെന്റിന് ലക്ഷങ്ങളും കോടികളും വെച്ച് അഴിമതി വാങ്ങിച്ചത്, ഇപ്പോൾ വിജിലൻസ് റിപ്പോർട്ട് കൊടുത്തത് കോടതിയിൽ നിൽക്കുന്നത് ആ കുമാര സഹോദരന്മാരുടെ ദേവസ്വം ബോർഡ് കാലയളവിലെ അനുഭവത്തെ വെച്ചിട്ടായിരിക്കും അമ്പലം വിഴുങ്ങികൾ എന്ന പ്രയോഗം കേരളത്തിലെ കോൺഗ്രസ് ഇന്ന് നിയമസഭയിൽ ഉയർത്താൻ ശ്രമിച്ചിട്ടുള്ളത്. ആ കാലമല്ല ഇത്. 2025 ആഗോള അയ്യപ്പ സംഗമത്തിന്റെ കൂടെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ പറയുന്ന ആ പ്രയോഗത്തിന് അർത്ഥപൂർണമാം വിധം അത് യോജിക്കുന്ന ഒരു പോറ്റി, ആ പോറ്റി വന്നിട്ട് എന്താ പറയുന്നത്? ഈ സാധനങ്ങൾ കാണാനില്ല എന്ന് പറഞ്ഞിരുന്നു. കേരളത്തിൽ വലിയ വിവാദം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു. പോറ്റിയുടെ വാക്ക് തൊണ്ട തൊടാതെ വിഴുങ്ങി അതിനെ ശിരസിൽ എടുത്തു വെച്ചുകൊണ്ട് പോറ്റി സംരക്ഷകനായി, പോറ്റി എന്ന വാക്കിന്റെ തന്നെ പോറ്റുന്നവൻ സംരക്ഷകൻ എന്നുള്ളതാണല്ലോ, ആ പോറ്റി സംരക്ഷകനായി മാറിയ പ്രതിപക്ഷ നേതാവ് തൊണ്ട തൊടാതെ ഏറ്റെടുത്ത് വെച്ചുകൊണ്ട് വാർത്താ സമ്മേളനം നടത്തി. 3 ദിവസം തികയുന്നതിന് മുമ്പ് കേരളത്തിലെ ദേവസ്വം വിജിലൻസ് ചെയ്ത കാര്യം എന്താണ്? ഈ ആരോപണം ഉന്നയിച്ച പോറ്റിയുടെ ബന്ധുവിന്റെ വീട്ടുവളപ്പിൽ നിന്ന് തന്നെ ഇതേ സാധന സാമഗ്രികൾ കണ്ടെടുക്കുന്നു. ലക്ഷണമൊത്ത ഒരു കള്ളനാണ്, ലക്ഷണമൊത്ത ഒരു അമ്പലം വിഴുങ്ങിയാണ് ടിയാൻ എന്ന് മനസ്സിലാക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ വെളിപ്പെടുന്നു. അപ്പോൾ 2025 ഈ കാര്യങ്ങൾ സ്വർണം പൂശാൻ കൊണ്ടുവന്നുള്ള നിർദ്ദേശങ്ങൾ, മാനദണ്ഡങ്ങൾ എന്തൊക്കെ പാലിച്ചു എന്നതിനെ സംബന്ധിച്ച് ചർച്ച ഉയർന്നു വരുന്നു. കോടതി സമക്ഷം ബോധ്യപ്പെടും വിധം, ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിന് അംഗീകാരത്തോടുകൂടെ ബോധ്യപ്പെടും വിധമുള്ള നിയമപരമായ കാര്യങ്ങൾ പരിശോധിച്ചിട്ടാണ് ഈ ഗവൺമെന്റും ദേവസ്വം ബോർഡും അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ ഇക്കാര്യം ചെയ്തിട്ടുള്ളതെന്ന് ബോധ്യപ്പെടുന്നു. അപ്പൊ പിന്നെ 2019 കുറിച്ചാണ് ചോദ്യം. 2025 ഈ പിഴവ് സംഭവിക്കാതിരിക്കാൻ ജാഗ്രത കാണിച്ച ഗവൺമെന്റ് ഈ നുണ ഉന്നയിച്ച അമ്പലം വിഴുങ്ങിയുടെ വീട്ടിൽ നിന്ന് തന്നെ ഈ സാധന സാമഗ്രികൾ കണ്ടെത്താൻ നേതൃത്വമായ ഗവൺമെന്റ് 2019 തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് 2025 തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. കോടതി അറിയാതെയാണ് അവിടെ നിന്ന് ഈ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. അവിടേക്ക് അനുഗമിച്ചിട്ടുണ്ട് എന്നത് ശരിയാണ്. കോടതിയുടെ അനുമതി ഇല്ലാതെയാണ് കൊണ്ടുപോയത്.
അവിടെ നിന്നാണ് ഈ അന്വേഷണത്തിന് തുടക്കമുണ്ടാകുന്നത്. അതുകൊണ്ട് 2025 ജാഗ്രതയെക്കുറിച്ച് അങ്ങ് പറയുന്നത് കടന്ന കൈയാണ്. രണ്ടാമത്തെ കാര്യം അങ്ങ് പറയുന്നു വിജിലൻസ് അന്വേഷണം. ഇപ്പൊ എനിക്ക് ശിവകുമാറിന്റെ സഹോദരനുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ പ്രതിരോധിക്കേണ്ട കാര്യമില്ല, അഡ്വക്കേറ്റ് എം ലിജു ചെയ്യും. പക്ഷേ ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യട്ടെ, പക്ഷേ അവർക്കെതിരെയുള്ളത് സഹോദരനെതിരെയുള്ളത് വിജിലൻസ് അന്വേഷണമാണല്ലോ. അതേ വിജിലൻസ് അന്വേഷണം ഇപ്പോൾ ഇവിടെയും നടക്കുകയാണ്. ഈ സർക്കാരിന്റെ കാലത്തും ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണം അവിടെ ഉണ്ടാവുകയാണ്, ശബരിമല അയ്യപ്പന്റെ സന്നിധാനവുമായി ബന്ധപ്പെട്ട ക്രമക്കേടിന്റെ പേരിൽ. രണ്ടാമത്തത് പോറ്റിയെ വിശ്വസിച്ചു എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവിനെതിരെ അങ്ങ് ഉന്നയിക്കുന്ന ആരോപണം. പോറ്റിയെ ആദ്യം വിശ്വസിച്ചത് ആരാണ്? പോറ്റിയെ വിശ്വസിച്ച് കൊണ്ടുപോയിക്കോളൂ. നമ്മൾ ഒരു കുഞ്ഞു മോതിരം എടുത്ത് നമുക്ക് പരിചയമില്ലാത്ത ഒരാളുടെ കയ്യിൽ വിശ്വസിച്ച് കൊടുക്കുമോ, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളൂ എന്ന് പറഞ്ഞാൽ ഇല്ല. അപ്പോൾ അയ്യപ്പന്റെ സ്വർണം പോറ്റിയെ വിശ്വസിച്ച് കൊടുത്തുവിടാൻ തയ്യാറായ ദേവസ്വം ബോർഡുള്ളപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു വാക്കിൽ ഒരു ചോദ്യം ചോദിക്കുന്നത് മഹാപരാധമോ? ഇരിക്കട്ടെ, ഞാനപ്പോൾ അത്തരം കാര്യങ്ങളിലേക്ക് തന്നെ വരാം. ഇപ്പോൾ UDFന്റെ കാര്യം നമുക്ക് രണ്ടാമത് എടുക്കാം. അങ്ങയുടെ ആദ്യത്തെ ഭാഗം എന്താണ്? 2025 കുഴപ്പമുണ്ടായി. ഞാൻ പരിമിതികളോടുകൂടെ മനസ്സിലാക്കുന്നത്, അതായത് ദേവസ്വം സ്മിത്തിന്റെ സാന്നിധ്യത്തിൽ ഈ പാളികൾ പരിശോധിച്ച് അതിന്റെ തൂക്കമളന്ന് രേഖപ്പെടുത്തി ചിട്ടപ്പെടുത്തി അതിനുശേഷം CCTV സർവൈലൻസിൽ ക്യാമറ ഫുട്ടേജോടുകൂടെ ഈ കാര്യങ്ങൾ ചിത്രീകരിച്ച് അതിനു മുമ്പായിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുടെയും എക്സിക്യൂട്ടീവ് ഓഫീസറുടെയും സാന്നിധ്യത്തിൽ ഇക്കാര്യങ്ങൾ പരിശോധന നടത്തി പോലീസ് സബ് ഇൻസ്പെക്ടറുടെ സാന്നിധ്യത്തിൽ മഹസർ തയ്യാറാക്കി സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ ഈ സാധന സാമഗ്രികൾ എത്തിക്കുന്നു. ഇത്രയും നിയതമായ കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ മുൻപ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ കൂടെ നിർദ്ദേശാനുസരണം ഇത്തരം കാര്യങ്ങൾ ക്രയവിക്രയം ചെയ്യുന്നതിൽ സ്വീകരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഈ കാര്യങ്ങൾ അത്രയും തന്നെ നടന്നുകൊണ്ട് 2025 അതാണ് ഞാൻ ദേവസ്വം ബെഞ്ചിന്റെ അനുമതി വേണമെന്നുള്ളതാണ്. അത് 2025 ഉണ്ടായില്ല. അതിന്റെ പേരിലാണ് ഇക്കണ്ട അന്വേഷണം മുഴുവൻ ഉണ്ടാകുന്നത്. ജെയ്ക്കെ, അടിസ്ഥാനപരമായി ഉണ്ടായ ചട്ടലംഘനം, നിയമലംഘനം എന്ന് പറയുന്നത് കോടതി നിർദ്ദേശം അട്ടിമറിച്ചു എന്നുള്ളതാണ്. അതിന്റെ പേരിലാണ് ഇക്കണ്ട അന്വേഷണവും കാര്യങ്ങളും മുഴുവൻ ഉണ്ടാകുന്നത്. ഞാൻ അവിടെയാണ് അങ്ങയോട് ആവർത്തിച്ചു അങ്ങേ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചത്. ഇത്രയും കാര്യങ്ങൾ അങ്ങ് സൂചിപ്പിച്ചതുപോലെ ദേവസ്വം ബെഞ്ചിന്റെ അനുമതി ഉൾപ്പെടെ ഇത്രയും കാര്യങ്ങളാണ് ശബരിമലയുടെ ഈ കാര്യങ്ങൾ ക്രയവിക്രയം ചെയ്യുന്നതിൽ സ്വീകരിക്കേണ്ട നിയാമകമായ കാര്യങ്ങൾ. ആ കാര്യങ്ങൾക്കകത്ത് ഒരു തെറ്റോ ഒരു പിഴവോ സംഭവിച്ചിട്ടുണ്ടോ എന്ന് ബോധ്യപ്പെടാൻ ചെയ്യേണ്ട 8ലധികം കാര്യങ്ങൾ 2025 ചെയ്തിട്ടുണ്ട്. ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഭരണസമിതിയും ഒക്കെ നേതൃത്വമായി ഞാൻ ഈ പറയുന്ന ദേവസ്വം ബോർഡ് സ്മിത്ത്, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, എക്സിക്യൂട്ടീവ് ഓഫീസർ, SIയുടെ സാന്നിധ്യത്തിൽ മഹസർ തയ്യാറാക്കല്, അതോടൊപ്പം വീഡിയോ ഫുട്ടേജിന്റെ ചിത്രീകരണം, സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ അവരുടെ തന്നെ വാഹനത്തിൽ ഇതെത്തിക്കൽ, ഇത്രയും കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ 2025 ഈ സർക്കാരിന്റെ കാലയളവിൽ ദേവസ്വം ബോർഡിന്റെ കീഴിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നടക്കം പഴുതടച്ച് തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. ക്രമക്കേടിന് സാധ്യതയില്ല എന്ന് ഉറപ്പുവരുത്താൻ സർക്കാരിന് 2025 കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്. നേരിട്ട് ബന്ധമില്ല എന്നല്ലേ ദേവസ്വം മന്ത്രി പറയുന്നത്. അപ്പൊ പിന്നെന്താ സർക്കാരിന് അവിടെ നടക്കുന്ന കാര്യങ്ങളിൽ നേരിട്ട് ബന്ധമില്ലല്ലോ. ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥർ മാത്രം ചെയ്ത പ്രതിഭാസമല്ലേ? 100% ഞാൻ ഉദ്ദേശിച്ചത് ഈ സർക്കാരിന്റെ കാലയളവിൽ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും ഭരണസമിതിയും ഒക്കെ ഇക്കാര്യങ്ങൾ ഉറപ്പുവരുത്താൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്. അങ്ങ് സൂചിപ്പിച്ച കോടതിയിൽ ദേവസ്വം ബെഞ്ചിന്റെ അനുമതി വാങ്ങുന്ന കാര്യത്തിൽ പോരായ്മ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ചുള്ള ചർച്ചകളും ചോദ്യോത്തരങ്ങളും വാദപ്രതിവാദവുമാണ് കോടതിയിൽ നടക്കുന്നത്. അത് നടക്കട്ടെ. പിന്നെ ഈ സംഭവവികാസത്തെ മുൻനിർത്തിയിട്ട് ഇങ്ങനെയൊരു ചാപ്പയടിക്കൽ പ്രക്രിയയ്ക്ക് ഇവർ നേതൃത്വമാകാൻ കാരണം എന്താണ്? അവിടെ ഞാൻ പറഞ്ഞു, ഏതെങ്കിലും ഒരു വിജിലൻസ് കേസിന്റെ അന്വേഷണം മാത്രമല്ല, അങ്ങ് സാധ്യമെങ്കിൽ മാതൃഭൂമിയുടെ ആർക്കൈവ്സിൽ അങ്ങയുടെ PCR ടീമിനോട് പറ, 2016 പുറകിലുള്ള കുമാര സഹോദരന്മാരുടെ അമ്പലം വിഴുങ്ങി കാലയളവിൽ 1.08 കോടി രൂപയുടെ ശബരിമലയിലെ പാത്രം വാങ്ങൽ അഴിമതിയുടെ പ്രത്യേകത എന്താ? ഒരു വിജിലൻസ് എൻക്വയറി ഇപ്പൊ നടത്തി റിപ്പോർട്ട് കോടതിയുടെ മുമ്പിൽ കൊടുത്തു. അത് മാത്രമല്ല, അന്ന് ഓംബുഡ്സ്മാന്റെ പ്രതികരണം എന്തായിരുന്നു? ഇദ്ദേഹത്തെ എന്റെ ഓർമ്മ ശരിയെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറോ എക്സിക്യൂട്ടീവ് ഓഫീസറോ പദവിയിലുണ്ടായിരുന്ന അന്നത്തെ കോൺഗ്രസ് നേതാവായിരുന്ന ദേവസ്വം മന്ത്രിയുടെ സ്വന്തം സഹോദരനെ ചെവിക്ക് പിടിച്ച് പുറത്താക്കാൻ ഓംബുഡ്സ്മാൻ ഉത്തരവിടുന്ന സമീപനത്തിലേക്ക് എത്തിയിരുന്നില്ലേ? അതിനെ തുടർന്നല്ലേ കേസെടുത്ത് വിജിലൻസ് എൻക്വയറിയിലേക്ക് പോകുന്നത്? ആ വിജിലൻസ് എൻക്വയറി അല്ലേ ഇപ്പൊ അന്വേഷണം പൂർത്തീകരിക്കപ്പെട്ട് കോടതിയുടെ മുമ്പിലേക്ക് റിപ്പോർട്ട് കൊടുക്കുന്ന അന്തരീക്ഷത്തിലേക്ക് എത്തിയത്? ആ സമയത്ത് തന്നെ ഉണ്ടായിട്ടുള്ള ശർക്കര വാങ്ങുന്നതിലെ അഴിമതി, ആ സമയത്ത് തന്നെ ഉണ്ടായിട്ടുള്ള
ദേവസ്വം ബോർഡിന്റെ റിക്രൂട്ട്മെന്റിനെ സംബന്ധിച്ചുള്ള അഴിമതി, അങ്ങനെ 3-ലധികം വരുന്ന അഴിമതിയുടെ വിജിലൻസ് റിപ്പോർട്ടുകൾ ഇപ്പൊ കോടതിയുടെ സമക്ഷത്തിരിക്കുകയാണ്. അതൊക്കെ ശരിയാണ് ജയിക്ക്, ഞാൻ പറഞ്ഞല്ലോ എനിക്കതിലൊന്നും യാതൊരു തരത്തിലുള്ള എതിർവാദങ്ങളുമില്ല. അത് ഉന്നയിക്കാതിരിക്കുകയോ ചെയ്യുന്നത് കോൺഗ്രസ് പ്രതിനിധിയുടെ ഉത്തരവാദിത്വമാണ്. പക്ഷെ അന്ന് അത് നടന്നതിന് ശേഷം 9 വർഷക്കാലത്തിന് ശേഷമാണ് കോടതിയുടെ പരിഗണനയിലേക്ക് ഇതെല്ലാം വരുന്നത്. ഈ കാര്യത്തിൽ ഗൗരവതരമായ നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ കണ്ടെത്തലുകൾ കോടതിയുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ തന്നെ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ മുകളിലാണ് അന്വേഷണം നടത്തുന്നത്. ഇനി ഒരു 9 വർഷം കഴിയുമ്പോൾ ഒരുപക്ഷെ ഇത് അതിനേക്കാൾ വലിയ ആരോപണവുമായി രംഗത്ത് വരും. അപ്പോ 9 വർഷം മുമ്പ് UDF കാലത്ത് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചിട്ടില്ലേ എന്നുള്ളത് ഇക്കാലത്തുണ്ടാകുന്ന കാര്യങ്ങളുമായി തുലനം ചെയ്ത് ജനറലൈസ് ചെയ്യാനുള്ളൊരു കാര്യമല്ലല്ലോ. ഇതിൽ ഇപ്പൊ ഈ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ട ഉത്തരവിൽ തന്നെ പറയുന്ന ഗൗരവതരമായ പിഴവുകളും പ്രശ്നങ്ങളും ഉണ്ടല്ലോ. ഒരിക്കലുമല്ല, അങ്ങ് അക്കാര്യത്തിൽ അതിനെ തെറ്റിദ്ധരിച്ചു എന്നുള്ളതാണ് എന്റെ വിനീതമായ അഭിപ്രായം. കാരണം എന്താണ്, UDF ഈ കാര്യത്തിൽ കുമാര സഹോദരന്മാരുടെ കാര്യത്തിൽ അമ്പലം വിഴുങ്ങുകളായി ശർക്കര വാങ്ങിക്കാൻ, പാത്രം വാങ്ങിക്കാൻ, റിക്രൂട്ട്മെന്റ് നടത്താൻ ശബരിമലയും ദേവസ്വം ബോർഡിനെ ഉപയോഗിച്ച് സ്വയം തടിച്ചു തീർക്കാൻ ശ്രമിച്ചു. അതുകൊണ്ട് ഇടതുപക്ഷത്തിന്റെ ഭാഗമായിട്ടൊരു ആരോപണം ഉണ്ടായാൽ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്കെതിരെ ആരോപണം ഉന്നയിക്കരുത്. അതേ അല്ല എന്റെ അഭിപ്രായം. ആ UDFന്റെ പണി ഞങ്ങൾ ചെയ്യില്ല എന്നുള്ളതാണ്. ഇപ്പോൾ 2019 ഞാൻ ഉദാഹരണം പറയാം. ദേവസ്വം ബോർഡും വകുപ്പ് മന്ത്രിയും ഒക്കെ ഇന്ന് അഡ്മിറ്റ് ചെയ്യുന്ന ഒരു കാര്യമുണ്ടല്ലോ. 2019 ഇക്കാര്യത്തിൽ ചില ജാഗ്രതാക്കുറവുണ്ടായി. ആ ജാഗ്രതാക്കുറവ് ഉണ്ടായതിന്റെ ഭാഗമായിട്ട് ആരൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്? ബോർഡ് നേതൃത്വമുണ്ടോ? അതിന്റെ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നവരുണ്ടോ? അതിന്റെ ഉദ്യോഗസ്ഥ വൃന്ദമുണ്ടോ? ആ കാര്യങ്ങളുടെ അടക്കം ശക്തമായി പരിശോധന നടക്കും. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഈ പോറ്റിയുടെ വീട്ടിൽ നിന്ന് ഈ സാധനം 48 മണിക്കൂറിനകം പിടിച്ചെടുക്കാൻ തയ്യാറായ അതേ വിജിലൻസ്, അതേ അന്വേഷണ സംഘം കൂടുതൽ ശക്തമായി കേസെടുത്ത് ഇന്ന് SIT രൂപീകരിച്ച് സമഗ്രമായ അന്വേഷണങ്ങളിലേക്ക് പോകുന്നത്. CPMന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ ഒരു വാചകം ഉണ്ടായിരുന്നു ഇതിനെ സംബന്ധിച്ച ചോദ്യത്തിന്. ഈ കാര്യത്തിൽ CPIM ഒരാളുടെയും സംരക്ഷണം ഏറ്റെടുക്കാനില്ല, ഒരാളെയും സംരക്ഷിക്കാനുമില്ല. ആ സമീപനം UDFിനില്ല. നിങ്ങൾക്കാണ് 430 വീട് ഓഫർ ചെയ്ത് പണം പിരിച്ച തസ്കര സംഘമല്ലേ? അവരെ പോലാണ് ഞങ്ങൾ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഒരു ചോദ്യം ഇവർക്കൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ടോ? എവിടെയും ഇല്ലല്ലോ. ആ തസ്കര സംഘത്തെ പോലെ അല്ല ഞങ്ങൾ. രണ്ടും ഒന്നാണെന്നല്ല ഞങ്ങൾ പറഞ്ഞത്. അവരെ പോലെ അല്ല ഞങ്ങൾ. അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്.